ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 9 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അപ്പം നമ്മുടെ 13th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. An elevator weighs 2500 Newton and is moving vertically downwards with constant acceleration. Write the equation for elevator cable tension. Starting from rest, it travels a distance of 35 meters during an interval of 10 seconds. Find the cable tension during this time. Okay. Neglect all other resistance to motion. What are the limits of cable? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിച്ച ലിഫ്റ്റിന്റെ മോഷൻ തന്നെയാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഓക്കെ, നെഗ്ലക്ട് ഓൾ അതർ റെസിസ്റ്റൻസ് ചെയ്തിട്ട് കേബിൾ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, ജസ്റ്റ് ഒരു റഫ് ഫിഗർ, ഒരു റഫ് ഫിഗർ വരച്ചാൽ മതി ലിഫ്റ്റിന്റെ കാര്യത്തിൽ. അപ്പം നമുക്ക് ഒരു എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ വെയിറ്റ് എത്ര എന്നാ പറയുന്നത്? വെയിറ്റ് W എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന, താഴോട്ട് ആക്ട് ചെയ്യുന്നു. ആ വെയിറ്റ് 2500 ന്യൂട്ടൺ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് വേർട്ടിക്കലി മൂവിങ് ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ, അപ്പം അത് താഴോട്ട്, ലിഫ്റ്റിന്റെ മോഷൻ താഴോട്ട്, അപ്പം മൂവ്മെന്റ് ഡൗൺവേർഡ്സ് ആണ് അത്രയും പറയുന്നുണ്ട്. വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, ആ മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണ് A എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഫോർ എലിവേറ്റർ കേബിൾ ടെൻഷൻ. അതായത് ഇതിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി മേളിലൊരു കേബിൾ കാണും അല്ലേ, ആ കേബിൾ ഒരു ടെൻഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും, അത് മേളോട്ടാണ് T. ആ ടെൻഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിഫ്റ്റിന്റെ പ്രോബ്ലം വരുമ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? ആദ്യം വെയിറ്റ് എഴുതാം. വെയിറ്റ് 2500 ന്യൂട്ടൺസ് എന്ന് എഴുതാം. പിന്നെ നമുക്ക് മോഷൻ താഴോട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ താഴോട്ടാണെങ്കിൽ ഇനേർഷ്യ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? മേലോട്ട് ആക്ട് ചെയ്യുക അല്ലേ. മേലോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഴുതാം, അല്ലെങ്കിൽ മാസിന് പകരം W/G ഇൻറ്റു ആക്സിലറേഷൻ എന്ന് ഇനേർഷ്യ ഫോഴ്സിനെ എഴുതാം. അത്ര ഓക്കെ അല്ലേ? ഇനി നമ്മുടെ എന്താ, ആക്സിലറേഷൻ ഡൗൺവേർഡ്സ് ആണ്. അപ്പം നമ്മുടെ ഡൈനാമിക് എക്വിലിബ്രിയം ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ എന്താ, ഫോർ ഡൈനാമിക് ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം ഒക്കെ നിങ്ങൾ ഫുൾ എഴുതിക്കാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ത് വരും? ഫോഴ്സ്, നമുക്ക് ഫോഴ്സ് പ്ലസ് മൈനസ് MA ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് നമ്മുടെ എന്താണ് ഡൈനാമിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഇല്ലേ, അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ടെൻഷൻ ആക്ടിങ് അപ്വേർഡ്സ് മൈനസ് W എങ്ങോട്ടാണ്? ഡൗൺവേർഡ്സ് ആണ്. ഇനി അടുത്തത് നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്വേർഡ് ആണ്. അപ്പം പ്ലസ് WA/G ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മുടെ ടെൻഷൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ടെൻഷൻ എന്ന് പറയുന്നത് W മൈനസ് WA ഡിവൈഡഡ് ബൈ G എന്ന് വരും. അപ്പം W ഇൻറ്റു 1 മൈനസ് A ഡിവൈഡഡ് ബൈ G എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ W ഇൻറ്റു 1 മൈനസ് A ഡിവൈഡഡ് ബൈ G എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ടെൻഷൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മളോട് ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ എലിവേറ്റർ കേബിൾ ടെൻഷൻ. അപ്പം ഇതാണ് എന്ത്, എലിവേറ്റർ കേബിൾ ടെൻഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ മൂവ്മെന്റ് എങ്ങനെ വരിക? മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പം നമുക്ക് അത് നോക്കാം, അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നത് ഇടയില്ല. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് പാർട്ട്, അതായത് നമ്മൾ എലിവേറ്റർ കേബിൾ ടെൻഷൻ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് അടുത്തൊരു പോർഷൻ ആയിട്ട് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 35 മീറ്റേഴ്സ്. അതായത് അവൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? S ഈസ് ഈക്വൽ ടു 35 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. ഡ്യൂറിങ് ആൻ ഇന്റർവൽ ഓഫ് 10 സെക്കൻഡ്സ്. ടൈം പീരീഡ് എത്രയാണ്? 10 സെക്കൻഡ്സിലാണ് ഇത്രയും സംഭവം നടന്നത്. ഓക്കെ, അപ്പം എസും ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഈ എസും യുവും ടിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. S 35 മീറ്റർ ആണ്, U 0 ആയതാണ്, UT എന്നുള്ള ടേം ഫുള്ള് 0 ആയിപ്പോവും. പിന്നെ ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ടൈം T എന്ന് പറയുമ്പോൾ 10² എന്ന് വരും. അപ്പോൾ ആക്സിലറേഷൻ എത്ര കിട്ടും? 2 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ 10², അതായത് 70 ഡിവൈഡഡ് ബൈ 10² എന്ന് വരും. അപ്പം 70 ഡിവൈഡഡ് ബൈ 10² എന്ന് വരും. അപ്പോൾ അത് എത്ര വരും? 0.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണോ? അപ്പം നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കേബിൾ ടെൻഷൻ ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയത്തുള്ള, ഈ ആക്സിലറേഷനുള്ള കേബിൾ ടെൻഷൻ. കേബിൾ ടെൻഷൻ്റെ ഇക്വേഷൻ എന്താണ്? T ഈസ് ഈക്വൽ ടു W ഇൻറ്റു 1 മൈനസ് A ഡിവൈഡഡ് ബൈ G.
W എത്രയാണ്? നമുക്ക് വെയിറ്റ് അറിയാം അല്ലേ? 2500 ഇൻറ്റു 1 മൈനസ് ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 0.7 ഡിവൈഡഡ് ബൈ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി എത്ര ആൻസർ കിട്ടുന്നതെന്ന്. ഓക്കെ, എനിക്ക് കിട്ടുന്നത് 2321.61 ന്യൂട്ടൺസ് എന്നാണ് നമ്മുടെ കേബിൾ ടെൻഷൻ കിട്ടുന്നത്. ഓക്കെ, അസെൻഡിങ് ഡൗൺവേർഡ്സ് ആകുമ്പോൾ ഇതാണ് കേബിൾ ടെൻഷൻ. നിങ്ങളുടെ വാല്യൂ കൂടി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് എന്താ പറയുന്നത്? ഓൾ അതർ റെസിസ്റ്റൻസ് കേബിൾ ടെൻഷൻ കണ്ടുപിടിക്കുക. ഇനി അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ലിമിറ്റ്സ് ഓഫ് കേബിൾ? ഓക്കെ, അപ്പം ലിമിറ്റ്സ് ഓഫ് കേബിൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റ്സ് ഓഫ് കേബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് അതിൻ്റെ എന്താ ലിമിറ്റേഷൻസ് ആവാം, അല്ലെങ്കിൽ ഇതിൽ വരാവുന്ന മാക്സിമം ഫോഴ്സ് അല്ലെങ്കിൽ മിനിമം ഫോഴ്സിനെ പറ്റിയിട്ടാവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് കാര്യം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഈ ലിമിറ്റ്സ് ഓഫ് കേബിൾ എന്താണെന്ന് അതിനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് എന്താ? ഈ കേബിളിന്റെ ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മെറ്റീരിയൽ. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ആണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, സ്റ്റീൽ ആണോ അല്ലെ കേബിൾസ് വേറെ എന്തെങ്കിലും കേബിൾസ് ആണോ? ആ മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറും. ഓക്കെ, ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ നിങ്ങളത് ഇലാബറേറ്റ് ആയിട്ട് എഴുതിക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താ? നമുക്ക് ഇവിടെ വരുന്ന ഈ കേബിളിന് ഒരു ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം അല്ലെ? ഇതിനൊരു ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ആ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്തിനേക്കാട്ടിലും കൂടുതലായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ മാക്സിമം ലോഡ് കമ്മിങ് ഓൺ ഇറ്റ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന മാക്സിമം ലോഡിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ളൊരു ടെൻസൈൽ സ്ട്രെങ്ത് നമ്മുടെ ഈ കേബിളിന് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലല്ലേ അതിനെ ഹാങ് ചെയ്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് കേബിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ മാക്സിമം ലോഡ് കമ്മിങ് ഓൺ ദ ലിഫ്റ്റ്. ഓക്കെ, അപ്പൊ ഈ മാക്സിമം ലോഡ് കമ്മിങ് ഓൺ ദ ലിഫ്റ്റ് എന്ന് പറയുമ്പം ലിഫ്റ്റിൽ വരാവുന്ന മാക്സിമം ലോഡ് ഏതൊക്കെയാണ്? ഒന്ന് എന്താ? അതിന്റെ ഇൻക്ലൂഡിങ് ദ ലോഡ്സ് ഡ്യൂ ടു ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലിഫ്റ്റില് എന്താണ്? രണ്ട് ടൈപ്പ് ആക്സിലറേഷൻ ഉണ്ട്, ഇൻക്ലൂഡിങ് ദ ലോഡ്സ് ഡ്യൂ ടു ആക്സിലറേഷൻ. അപ്പൊ ഇവന് എന്താ? ലിഫ്റ്റ് അപ്വേർഡ് പോകാം, ഡൗൺവേർഡ് പോകാം. ഓക്കെ, അപ്പൊ ആ ഒരു ലോഡ് താങ്ങാൻ പറ്റുന്ന, അതായത് ആക്സിലറേഷൻ ഡൗൺവേർഡ് ആകുമ്പോൾ വരുന്ന മാക്സിമം ലോഡ്, ആക്സിലറേഷൻ അപ്വേർഡ് ആകുമ്പോൾ വരുന്ന മാക്സിമം ലോഡ്, ഈ രണ്ട് കേസും ഈ ടെൻഷൻ, അത് രണ്ടിലും വരുന്ന ടെൻഷന് ഈ കേബിളിന് എന്ത് ചെയ്യാൻ പറ്റണം? റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ആക്സിലറേഷൻ കണ്ടീഷൻ ഉണ്ട്, രണ്ട് ഡീസിലറേഷൻ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, രണ്ട് കണ്ടീഷനെ എന്ത് ചെയ്യണം? അവന് അതിന് പറ്റിയ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യണം. ആ ടെൻഷൻ എന്ന് പറയുന്നത് അവന്റെ ടെൻസൈൽ സ്ട്രെങ്തിൽ എന്തായിരിക്കണം? കുറവായിരിക്കണം. അങ്ങനെയാണ് സേഫ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഡിസൈനിലും കൊടുക്കുന്ന ഒരു സാധനമാണ് സേഫ്റ്റി ഫാക്ടർ. സേഫ്റ്റി ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നൊക്കെ പറയും. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നൊക്കെ ഇതിന് പറയും. അപ്പം സേഫ്റ്റി ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒരു 500 ന്യൂട്ടൺ ക്യാരി ചെയ്യാൻ വേണ്ട ഒരു കേബിളാണ് വേണ്ടതെങ്കിൽ ഞാനിപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ 1000 ന്യൂട്ടൺ ക്യാരി ചെയ്യാൻ പറ്റുന്ന കേബിളായിരിക്കും ഞാൻ സൈറ്റിൽ കൊടുക്കുക. അതിനാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അക്കൗണ്ട് ചെയ്യണം ഈ ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? അൺഎക്സ്പെക്റ്റഡ് ഫോഴ്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിയർ മെറ്റീരിയൽ ഡിഫക്റ്റിൻ്റെ ഒക്കെ അത് കാരണം ഉണ്ടാകുന്ന ഡാമേജിനെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫാക്ടേഴ്സ് ആർ അപ്ലൈഡ് ടു അക്കൗണ്ട് ഫോർ അൺഎക്സ്പെക്റ്റഡ് ഫോഴ്സസ്, വിയർ മെറ്റീരിയൽ ഡിഫക്ട്സ് എക്സെട്ര. എന്നിട്ട് ഒരു എക്സാമ്പിൾ പോലെ എഴുതുക. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ 5 എടുക്കുന്നതെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഓക്കെ, അവൻ്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അവൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? 5 ടൈംസ് അവൻ്റെ മാക്സിമം ടെൻഷൻ. അങ്ങനെ ആയിരിക്കും നമ്മൾ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആയിട്ട് എടുത്തിട്ട് വേണം അത്രയും ഏരിയയും ഒക്കെ വരുന്ന കേബിൾ വേണം നമ്മൾ കൊടുക്കാൻ. ഓക്കെ, അപ്പം ലിമിറ്റ്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് കൊണ്ട് മാത്രം ഇത്ര എഴുതി വെക്കുക. ലിമിറ്റ്സ് ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിൽ വന്നത് കാരണം നമുക്ക് വേറെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി നമുക്ക് വേറെ ഡേറ്റ ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. ഓക്കെ, ഓക്കെ അല്ലേ? Next question. Two masses Ma 20 kg, Mb 10 kg are connected by a bar of negligible mass. അപ്പോൾ ഇവിടെ നമുക്ക് Ma തന്നിട്ടുണ്ട്. Ma എത്ര തന്നേക്കുന്നത്? 20 kg. Ma 20 kg ആണെങ്കിൽ വെയിറ്റ് ഓഫ് A എത്ര ആയിരിക്കും? 20 × 9.81 എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ Mb എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നേക്കുന്നത്? 10 kg ആണ്. അപ്പം WB എന്ന് പറയുന്ന വരും എത്ര വരും? 10 × 9.81. So 20 × 9.81, 196
6.2 ആണ്. 10 into 99.81 98.1 ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് വെയിറ്റ് രണ്ടും കിട്ടി. ഓക്കെ, വെയിറ്റ് രണ്ടും കിട്ടി. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? മ്യൂ എ, അതായത് coefficient of friction between A and this inclined surface is 0.2 and coefficient of friction between B and this surface is 0.4. Okay, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് find the acceleration of system എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സ്ലൈഡ്സ് ഡൗൺ ആണ്. ഓക്കെ, ഈ സിസ്റ്റം ഫുള്ള് താഴോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, ഒരു ആക്സിലറേഷനിലായിരിക്കും മൂവ് ചെയ്യാം. ഓക്കെ, ഓൾസോ ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ ബാർ. ഫോഴ്സ് ഇൻ ദ ബാർ എന്ന് പറയുമ്പോൾ ഈ ബാറിൽ വരുന്ന ടെൻഷനോട് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അസ്യൂം മ്യൂ എ മ്യൂ ബി. ഓക്കെ, അത് നമ്മൾ ഡേറ്റ എഴുതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ബ്ലോക്ക് എ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഇൻക്ലൈൻ പ്ലെയിനില് ബ്ലോക്ക് എ മാത്രം ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാണ്. ബ്ലോക്ക് എയുടെ ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് എയിലുള്ള ടെൻഷൻ ടി, പിന്നെ ഈ ബ്ലോക്ക് എക്കുള്ള ഒരു നോർമൽ റിയാക്ഷൻ ആർ. ഓക്കെ, ഇനിയും ഇവന്റെ വെയിറ്റ് താഴോട്ട് 196.2 ന്യൂട്ടൺ. ഇനിയും ഈ ബ്ലോക്കിന് ഈ സർഫസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഇവന്റെ ആക്സലറേഷൻ ഏത് ഡയറക്ഷൻ ആണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എ ഇൻറ്റു ആർ. ഓക്കെ, അപ്പൊ ഇത്രയും ഫോഴ്സുകളാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ നെറ്റ് ഫോഴ്സ് കോസിങ് മോഷൻ കണ്ടുപിടിക്കാം. അതായത് ഈ മോഷൻ കോസ് ചെയ്യുന്നത് നെറ്റ് ഫോഴ്സ് കോസിങ് മോഷൻ. നെറ്റ് ഫോഴ്സ് കോസിങ് മോഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? ഇത് 196.5. നമുക്കറിയാം ഇവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണെന്നറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈ വെയിറ്റിന്റെ കമ്പോണന്റ് എത്ര വരും? 196.2 സൈൻ 45 എന്ന് വരത്തില്ലേ? ഇതല്ലേ 45 ഡിഗ്രി? 196.2 സൈൻ 45 എന്നുള്ള കമ്പൗണ്ട്, അതായത് ഈ വെയിറ്റിന്റെ കമ്പൗണ്ടിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്ത 196.2 സൈൻ 45 ഇങ്ങോട്ടും 196.2 കോസ് 45 ഇങ്ങോട്ടും ആയിരിക്കും ആക്ട്. അപ്പൊ 196.2 സൈൻ 45 നമ്മൾ എടുത്തു. ഓക്കെ, ഇനി എന്താ വരുന്നത്? ടെൻഷൻ വരുന്നുണ്ട് അല്ലെ? അതേ ഡയറക്ഷനിൽ ടെൻഷൻ എടുത്തു. മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ എ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ മ്യൂ എ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അപ്പം മ്യൂ എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്. മ്യൂ എ എന്ന് പറയുന്നത് എനിക്ക് 0.2 ആണെന്നറിയാം. നോർമൽ റിയാക്ഷൻ അറിയാവോ? അറിയത്തില്ല. അപ്പൊ നോർമൽ റിയാക്ഷൻ ഞാൻ ആർ എന്ന് തന്നെ കൊടുത്തു. ഇനി ഈ ഒരു ബ്ലോക്കിന്റെ വേർട്ടിക്കൽ ഇക്വിലിബ്രിയം എഴുതുവാണെങ്കിൽ, അതായത് ഈ പ്ലെയിൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള ഫോഴ്സുകൾ എഴുതുവാണെങ്കിൽ ആർ അപ്വേർഡ് ആക്ട് ചെയ്യും, ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് 196.2, അതായത് വെയിറ്റിന്റെ കോസ് കമ്പോണന്റ് ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 196.2 കോസ് 45 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 138.76 ആണ് എനിക്ക് വരുന്നത്. നിങ്ങളുടെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് നോർമൽ റിയാക്ഷൻ കിട്ടി. ഓക്കെ, അപ്പൊ നോർമൽ റിയാക്ഷൻ കിട്ടിയപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ഉണ്ട് അല്ലെ? ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു ആർ കണ്ടുപിടിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0.2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 138.76. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ കിട്ടുന്നത് 0.2 ഇൻറ്റു 138.76. നോക്കിയേ, 27.75 ന്യൂട്ടൺ എന്നാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മൈനസ് 27.75 ന്യൂട്ടൺ. ഓക്കെ, ഇതാണ് നെറ്റ് ഫോഴ്സ് കോസിങ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് നെറ്റ് ഫോഴ്സ് കോസിങ് മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ? നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ ഇക്വേഷന് നമുക്ക് 1 എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഓഫ് ബോഡി ബി, അതായത് നമുക്ക് ബ്ലോക്ക് ബി കൺസിഡർ ചെയ്യാം. ബ്ലോക്ക് ബി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇൻക്ലൈൻഡ് ഫേസ്, അതിൽ ബ്ലോക്ക് ബി ഇരിക്കുന്നു. അവന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്തു. വെയിറ്റ് എത്രയായിരുന്നു? 98.1 ന്യൂട്ടൺ ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇവന്റെ ആക്സിലറേഷൻ ഈ ഡയറക്ഷനിൽ അല്ലേ? പിന്നെ ഇതിന്റെ ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് ഈ സർഫസിൽ. നമുക്ക് നോർമൽ റിയാക്ഷൻ ആർ എന്ന് കൊടുക്കാം. ആക്സിലറേഷൻ ഈ ഡയറക്ഷനിലായതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു ആർ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് തന്നെ ഒരു ടെൻഷൻ ടി ആക്ട് ചെയ്യുന്നുണ്ട്, ആ ബാറിലെ ടെൻഷൻ ടി ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഫോഴ്സുകളാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വെയിറ്റിനെ രണ്ട് കമ്പോണന്റ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാം. ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണ്, അതുകൊണ്ട് ഇതും 45 ഡിഗ്രി വരും. ഇത് 98.1 സൈൻ 45 എന്ന് വരും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് 98.1
98.1 cos 45 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇവന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതി നോക്കാം. ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ എന്താ, നമുക്ക് ആദ്യം വെർട്ടിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം അങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എലോങ് ദ ഇൻക്ലൈൻഡ് സർഫസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത്, ആർ അപ്പ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻ സർഫസ് നോക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻ സർഫസ് ആർ അപ്വേർഡ് മൈനസ് ഡബ്ല്യു വെയിറ്റ് എന്ന് പറയുമ്പം 98.1 cos 45 ഡൗൺവേർഡ് അത് ഈക്വൽ ടു 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ ആർ ഈക്വൽ ടു 98.1 cos 45 എന്ന് കിട്ടും. അപ്പോൾ ആറിന്റെ വാല്യൂ 98.1 ഡിവൈഡഡ് ബൈ √2 എത്ര വരുന്നത് 69.37 ന്യൂട്ടൺ കിട്ടി. അപ്പോൾ ആറിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് along the inclined surface നമുക്ക് ഡൗൺവേർഡ് ഉള്ളത് 98.1 sin 45 ഡൗൺവേർഡ്, അപ്വേർഡ് ആണ് ടെൻഷൻ T മൈനസ് mu into r നോർമൽ റിയാക്ഷൻ 69.37 is equal to mass into acceleration. net force causing motion എന്ന് പറയുന്നത് mass into acceleration. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും ഇവിടെ നമ്മൾ മാസിന് മുമ്പ് വാല്യൂ കൊടുത്തില്ല എന്നല്ലേ, നമുക്ക് ഇവിടെ ഇനി മാസിന് വാല്യൂ കൊടുക്കാം. മറ്റേ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുമ്പോൾ അവിടെ മാസിന് വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും 98.1 ഡിവൈഡഡ് ബൈ സൈൻ 45 എന്നുള്ള √2 ആകും, മൈനസ് ടെൻഷൻ T മൈനസ് മ്യൂ എന്ന് പറയുന്നത് ബിക്കും സർഫസിനിടയിൽ, ബിക്കും നമ്മുടെ സർഫസിനിടയിൽ 0.4 ആണ്. 0.4 into 69.37 എന്ന് പറയുന്നത് ബിയുടെ മാസ് 10 കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് കിട്ടും. ഈ ഇക്വേഷനെ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എം എന്ന് പറഞ്ഞ് എഴുതിയുള്ളായിരുന്നു അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, 196.2 സൈൻ 45 ആണ്, അതും 1/√2 എന്ന് എഴുതാം, പ്ലസ് ടെൻഷൻ T മൈനസ് നമ്മൾ ആ ഫ്രിക്ഷൻ ഫോഴ്സിന്റെ വാല്യൂ അവിടെ കണ്ടുപിടിച്ചത് 27.75 എന്നാണ് കണ്ടുപിടിച്ചത്. അതെന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതായത് 20 മാസ് ഓഫ് എ എന്ന് പറയുന്നത് 20 ആണ്, 20 ഇൻറ്റു എ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ T മൈനസ് ടി പ്ലസ് ടി, അപ്പോൾ ഇത് രണ്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/√2 ഇൻറ്റു 98.1 പ്ലസ് 196.2 മൈനസ് ഈ വാല്യൂ ഫ്രിക്ഷൻ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്, ഒന്ന് 27.75 ആണ്, അടുത്തത് ഇതെന്ന് പറയുന്നത് 69.37 into 0.4 എന്ന് പറയുന്നത് 27.748 എന്ന് വരുന്നത്. അതും 27.75 എന്ന് എഴുതാം, ഈക്വൽ ടു 10a പ്ലസ് 20a 30a. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/√2 into 98.1 പ്ലസ് 196.2 ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 208.13 എന്നാണ് കിട്ടുന്നത്. ഇനി 27.75 പ്ലസ് 27.75 അതിൻ്റെ ആൻസർ 55.5 എന്നാണ് കിട്ടുന്നത്. അത് ഈക്വൽ ടു 30 into a എന്ന് വരും. ഓക്കെ, 30 into a എന്ന് വരും. ഇത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറൗണ്ട് 152.63 എ എന്ന് പറയുന്നത് അപ്പോൾ എത്ര വരും, 152.63 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. എയുടെ ആൻസർ 5.08 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ആക്സിലറേഷന്റെ വാല്യൂ വരിക. ഓക്കെ, ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത്, നമ്മളിപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ ബാർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടെൻഷൻ ഇൻ ദ ബാർ കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, അതിൽ ആക്സിലറേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുന്നത്, അതായത് 98.1 സൈൻ 45 മൈനസ് ടെൻഷൻ T മൈനസ് 0.4 into 69.37 എന്ന് പറയുന്നതാണ് 10a എന്നാണ് കിട്ടിയത്. 10a എന്ന് പറയുമ്പോൾ a 5.08 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇതിൽ നിന്ന് ടെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും, 10 into 5.08 മൈനസ് 98.1 സൈൻ 45 പ്ലസ് 0.4 into 69.37. ഇത് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ടെൻഷൻ്റെ വാല്യൂ എത്ര കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടുന്നത് 9.17 ന്യൂട്ടൺ ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെയിറ്റ് ഓഫ് 50 ന്യൂട്ടൺ, വെയിറ്റ് തന്നിട്ടുണ്ട് 50 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിംഗ് വൈബ്രേറ്റ്സ് വെർട്ടിക്കലി വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 7.5 സെന്റിമീറ്റർ. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഞാനിപ്പോൾ ആംപ്ലിറ്റ്യൂഡിന് എക്സ് എന്ന് കൊടുക്കുകയാണേ. ആംപ്ലിറ്റ്യൂഡ് 7.5 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ 7.5 സെൻറ്റിമീറ്ററിനെ 0.075 മീറ്റേഴ്സ് എഴുതാണ്. ആൻഡ് ഫ്രീക്വൻസി ഓഫ് 1 ഓസിലേഷൻസ് പെർ സെക്കൻഡ്, ഫ്രീക്വൻസി തന്നേക്കുന്നത് 1 ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്നാണ് തന്നേക്കുന്നത്. ഫൈൻഡ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ്, ഞാൻ കണ്ടുപിടിക്കേണ്ടത് K ആണ്. ആൻഡ് മാക്സിമം ടെൻഷൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്പ്രിംഗും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാം. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? സ്പ്രിങ്ങിന്റെ 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ എം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് എത്ര കൊടുക്കാം? 1 ഓസിലേഷൻസ് പെർ സെക്കൻഡ് 1/2π ഇൻറ്റു കെയുടെ വാല്യൂ എനിക്ക് അറിയത്തില്ല, എമ്മിന്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് അല്ലേ? മാസ് എന്ന് പറയുമ്പോഴത്തേനും വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 50 ഡിവൈഡ് ബൈ 9.81 എത്ര വരും? അറൌണ്ട് 5.09 കിലോഗ്രാം എന്നാണ് വരിക. ഇനി ഇവിടെ നമുക്ക് എമ്മിന് പകരം എത്ര കൊടുക്കാം? 5.09 കൊടുക്കാം. ഓക്കെ, അപ്പം കെയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കെ എന്ന് പറയുന്നത് എത്ര വരും? സ്ക്വയർ എടുക്കാം, രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കാം. എന്നപ്പോഴത്തേനും 4π സ്ക്വയർ ഇൻറ്റു 5.09 വരും അല്ലേ? എത്ര വരും? എനിക്ക് കിട്ടുന്നത് 200.741 എന്നാണ്. 741 യൂണിറ്റ് എഴുതണം, ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? മാക്സിമം ടെൻഷൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്പ്രിംഗ്. മാക്സിമം ടെൻഷൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്പ്രിംഗ്, ഈ കേസിൽ മാക്സിമം ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ വെയിറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കാരണമുണ്ട്, അതായത് ആ വെയിറ്റ് കാരണം ടെൻഷൻ ഉണ്ടാവുന്നു. അതെ, പ്ലസ് പിന്നെന്താണ്? നമുക്ക് ഈ വെയിറ്റ് കാരണം ഒരു ഇലോങ്ങേഷൻ ഉണ്ടാവും അല്ലേ? ഇങ്ങനെ സ്പ്രിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് കാരണം ഒരു ഇലോങ്ങേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ എന്താ ഇതിന്റെ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന എന്താ? നമ്മുടെ ഈ ഇതിന്റെ വെർട്ടിക്കലി ഉള്ള ആംപ്ലിറ്റ്യൂഡ് കാരണം ഒരു 7.5 വെർട്ടിക്കലി ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതുകൊണ്ടും ഒരു ടെൻഷൻ ഉണ്ടാകാം, ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ആ സ്പ്രിംഗ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? K ഇൻറ്റു എക്സ് നമുക്ക് എടുക്കാം. സ്പ്രിംഗ് ഫോഴ്സ് F is equal to KX നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. അപ്പം എന്താണ്? W എന്ന് പറയുന്നത് 50 എന്ന് വരും. നമുക്ക് K എത്ര കിട്ടിയിരിക്കുന്നത്? K 200.741, ഡിസ്പ്ലേസ്മെന്റ് 0.075. ഓക്കെ, എത്ര കിട്ടും ആഡ് ചെയ്യുമ്പം? മാക്സിമം ടെൻഷൻ എനിക്ക് കിട്ടുന്നത് 65.06 ന്യൂട്ടൺസ് എന്നാണ്. നിങ്ങളുടെ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, okay, a particle performing simple harmonic motion when it is at a distance of 10 cm and 20 cm from the mean position, its velocities are 1.2 meter per second, 0.8 meter per second respectively. Find the amplitude of oscillation, time period of oscillation, its maximum velocity and maximum acceleration. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അത് ആദ്യം ചെയ്യാം. നോക്കിയേ, നമുക്ക് ഡേറ്റ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പെർഫോം ചെയ്യാണ്, SHM പ്രോബ്ലം ആണ്, മനസ്സിലായി. ഇനി എന്താ? when it is at a distance of 10 cm and 20 cm from mean position. അപ്പൊ മീൻ പൊസിഷനിൽ നിന്ന് രണ്ട് ഡിസ്റ്റൻസുകൾ, അതായത് x1 is equal to 10 cm, അതായത് 0.10 മീറ്റർ, x2 is equal to 20 cm, അതായത് 0.20 മീറ്റർ ഫ്രം മെയിൻ പൊസിഷൻ ആണ് നമുക്ക് കിട്ടി. x1 ഉം x2 ഉം കിട്ടി. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ്സ് വെലോസിറ്റീസ് ആർ, അതായത് x1-ലായിരിക്കുമ്പോൾ അവന്റെ വെലോസിറ്റി v1 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, x2-ലായിരിക്കുമ്പോഴുള്ള v2 0.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, വെലോസിറ്റി രണ്ടും കിട്ടി. ഇനി നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വെലോസിറ്റിനെയും ആംപ്ലിറ്റ്യൂഡിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? v is equal to omega into square root of a square minus x square. ഓക്കെ, ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. x എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ. ഒമേഗ എന്താ? ടൈം. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി 2π ബൈ ടൈം പീരീഡ്. ഓക്കെ അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ എഴുതാം. v1ന്റെ ഇക്വേഷൻ എഴുതാം. v1 ആകുമ്പോൾ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ v1 is equal to omega into square root of a square minus x1 square എന്ന് വരും. v2 എന്ത് വരും? omega into square root of a square minus x2 square എന്ന് വരും. ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ v1 square is equal to omega into a square minus x1 square, v2 square is equal to omega into x square minus x2 square. അപ്പോൾ v1 സ്ക്വയറും v2 സ്ക്വയറും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇനി ഇവന്റെ രണ്ടുപേരുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുക്കുകയാണ്, v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ v2 സ്ക്വയറിന് എടുക്കുകയാണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു എ സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു എ സ്ക്വയർ മൈനസ് x2 സ്ക്വയർ.
അപ്പൊ നമുക്ക് ഒമേഗ ഒമേഗ ക്യാൻസൽ ആയി പോവും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. V1 എന്ന് പറയുന്നത് 1.2 സ്ക്വയർ ഡിവൈഡഡ് ബൈ V2 സ്ക്വയർ എന്ന് പറയുന്നത് 0.8 സ്ക്വയർ ആണ്. എന്ന് പറയുന്നത് എ സ്ക്വയർ നമുക്ക് അറിയത്തില്ല, ആംപ്ലിറ്റ്യൂഡ് എ സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ x2 സ്ക്വയർ അല്ലെ, x2 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേനും 0.2 സ്ക്വയർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എ സ്ക്വയറിന്റെ ടേമിനുള്ള ഇക്വേഷൻ ആക്കി എക്ക് വേണ്ടിയിട്ട് സോൾവ് ചെയ്ത് നോക്കണം. അത് വലിയൊരു സ്റ്റെപ്പാണ്, ഞാൻ അതുകൊണ്ട് ചെയ്യുന്നില്ല. എനിക്ക് എയുടെ വാല്യൂ കിട്ടുന്നത് 0.25 മീറ്ററിനാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ചെക്ക് ചെയ്ത് നോക്കി അതാണെന്ന് കൺഫേം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? സ്റ്റെപ്സ് ഒക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ? നമുക്കിപ്പം ആക്സിലറേഷൻ കിട്ടി, ഇവിടെ ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. നമുക്ക് ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? മാക്സിമം വെലോസിറ്റി വി മാക്സ് കണ്ടുപിടിക്കണം. വി മാക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഒമേഗ. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു 0.25 ആയിരുന്നു. ഒമേഗ എത്രയായിരുന്നു? 5.24. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പൊ മാക്സിമം വെലോസിറ്റി എത്ര കിട്ടും? 1.31 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ആക്സിലറേഷൻ മാക്സിമം ചോദിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ മാക്സിമത്തിന്റെ ഇക്വേഷൻ എന്താ? എ ഒമേഗ സ്ക്വയർ. എ എത്രയാണ്? 0.25. ഒമേഗ എത്രയാണ്? 5.24 സ്ക്വയർ. ഒമേഗ സ്ക്വയർ ചെയ്ത് നോക്കുക. ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 6.87 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.